തീർച്ചയായും എം.ടി. വാസുദേവൻ നായരുടെ വിയോഗം അദ്ദേഹത്തിൻ്റെ സമകാലികർക്കും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചവർക്കും സാഹിത്യ രംഗത്തുള്ളവർക്കുമെല്ലാം ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വിയോഗ വാർത്തയായി മാറുകയാണ്. 91 വയസ്സ് പിന്നിടുന്ന എം.ടി. അദ്ദേഹം ഇനിയും ജീവിച്ചിരിക്കണമെന്നത് മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയായിരുന്നു. കാരണം എം.ടിയെ നഷ്ടപ്പെടുന്നത് നമ്മുടെ സാഹിത്യ ലോകത്തിന് നമുക്ക് ചിന്തിക്കാനാവില്ല. കാരണം എം.ടി എന്ന രണ്ടക്ഷരം അത്രമേൽ പതിഞ്ഞിട്ടുണ്ട് നമ്മുടെ മനസ്സുകളിൽ. എം.ടി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന അവർക്ക് മുന്നിലേക്ക് ഒരു വലിയ ദുരന്ത വാർത്തയായി വലിയ ദുഃഖം നൽകിക്കൊണ്ടാണ് 10 മണിക്ക് ആശുപത്രിയുടെ ശുചീകരണം ഉണ്ടാവുന്നത്. എം.ടി വിടവാങ്ങുന്നു. സംസ്ഥാന സർക്കാർ 2 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട എം.ടിക്ക് വിട ചൊല്ലുവാൻ കേരളം ഒരുങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം, സംസ്കാര ചടങ്ങുകൾ, പൊതുദർശനം, അക്കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും കോഴിക്കോട് തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ വീട്, അവിടെ പൊതുദർശനം ഉണ്ടായേക്കാം. അതല്ലെങ്കിൽ കോഴിക്കോട് നഗരത്തിൽ ടൗൺ ഹാൾ പോലെയുള്ള ഇടങ്ങളിൽ പൊതുദർശനം ഒരുപക്ഷെ ഉണ്ടായേക്കാം. അക്കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരീകരണം ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ കുടുംബത്തോട് അദ്ദേഹം ചില ആഗ്രഹങ്ങൾ നേരത്തെ പ്രകടിപ്പിച്ചു എന്നതാണ് അറിയാനാവുന്നത്. പൊതുദർശനം, തൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കരുത് എന്നൊരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ആ സാഹിത്യകാരനോട് നീതി കാട്ടേണ്ടതുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെയായിരിക്കാം അന്ത്യകർമ്മങ്ങളും മറ്റു ചടങ്ങുകളും നിശ്ചയിക്കുക. എന്തായാലും അതെന്ത് എന്നൊരു സ്ഥിരീകരണം വരാനുണ്ട്. അതിൻ്റെ ഒരു കാത്തിരിപ്പാണ്. കേരളം മുഴുവൻ ഇനി കോഴിക്കോട്ടേക്ക് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായപ്പോൾ മുതൽ കുടുംബാംഗങ്ങളെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നവരുണ്ട്. കോഴിക്കോട് ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിക്കുന്നവരുണ്ട്. ആശുപത്രിക്ക് പുറത്തു നിന്ന് അത് വീക്ഷിക്കുന്നവരുണ്ട്. എം.ടി തിരിച്ചു വരികയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ആശങ്ക പൂണ്ട് കാത്തു നിൽക്കുന്നവരുണ്ട്. അങ്ങനെ നിരവധി ആളുകളുണ്ട്. അവർക്ക് മുന്നിലേക്ക് ആണ് എം.ടിയുടെ വിയോഗ വാർത്ത എത്തുന്നത്. ഇനി എല്ലാവരും കോഴിക്കോടേക്കാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെ ഒരു നോക്ക് കണ്ടില്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്ന ആ മണ്ണിലൊന്നെത്തുക എന്നൊരു ആഗ്രഹം പോലും ആളുകൾ പ്രകടിപ്പിച്ചേക്കാം. ആ തരത്തിൽ വൈകാരിക വായ്പകളോടെ അല്ലാതെ ഓർത്തെടുക്കാനാവില്ല. എം.ടി വിടവാങ്ങുന്നു. ഒരു കാലം അവസാനിക്കുന്നു എന്ന് തന്നെ വിശേഷിപ്പിക്കാം. എം.ടി അവശേഷിപ്പിച്ചു പോയ സാഹിത്യ ഇടത്ത് ആ വിടവ് നികത്താനാവാത്ത വിടവായി എക്കാലവും മലയാളത്തിൽ അവശേഷിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എല്ലാവർക്കും അതിലും ഒരു തർക്ക വിഷയമാകുന്നതേയല്ല. എം.ടി അവസാനിച്ച് മടങ്ങുമ്പോൾ നമുക്ക് മുന്നിൽ സംസ്ഥാനത്ത് പൂർണ്ണമായും 2 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്നു. നാളെ മന്ത്രിസഭാ യോഗമുണ്ട്. മന്ത്രിസഭാ യോഗം ഓൺലൈനായിട്ട് ചേരാനായിരുന്നു നേരത്തെ തീരുമാനം. അതിലും മാറ്റമുണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ സാന്നിധ്യം രാവിലെ തന്നെ അവിടെ പ്രതീക്ഷിക്കാം. അദ്ദേഹത്തെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം ആശുപത്രിയിലാണ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ്. പല ഘട്ടങ്ങളിൽ ആദ്യം ആരോഗ്യനിലയും മോശമായപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നെ ഭേദപ്പെട്ട നിലയുണ്ടായപ്പോൾ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീണ്ടും